മീ ടേസ്റ്റ് ആൻഡ് ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നെയ്യപ്പമാണ്. അതിനായി ഞാൻ 2 ഗ്ലാസ് പച്ചരി 4 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക. അതിലേക്ക് 250 ഗ്രാം ശർക്കര, 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉരുക്കി അരിച്ചെടുത്ത് ഇരിക്കുന്നതാണിത്. അതും കൂടെ ഒഴിച്ച് നന്നായി അരച്ചെടുക്കുക. അരയ്ക്കുമ്പോൾ അത് നല്ല തരിതരിയായി വേണം അരിച്ചെടുക്കാൻ. ഇതുപോലെ നല്ല തരിതരിയോടുകൂടി വേണം അരച്ചെടുക്കുവാൻ. പിന്നെ നമുക്ക് വേണ്ടത് അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി, 1 നുള്ളു ഉപ്പ്, കുറച്ച് എള്ള്. പനിയും കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഈ കൺസിസ്റ്റൻസിയിൽ വേണം ഇതിരിക്കാൻ. ഇത് നമുക്കിനി 8 മണിക്കൂർ വെക്കണം. 8 മണിക്കൂറിന് ശേഷം എടുത്ത മാവാണിത്. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കുറച്ച് തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തതും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്ത് ചൂടായ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എണ്ണയ്ക്ക് അധികം ചൂട് പാടില്ല. ഇവിടെ ഗ്യാസ് മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. അധികം ചൂടായാൽ അതിൻ്റെ ഉള്ളിൽ വെന്ത് കിട്ടുകയും. ഇത് കുറച്ച് മുകളിലേക്ക് പൊങ്ങി വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു സൈഡായാൽ മറു സൈഡിലേക്ക് മറിച്ച് വേവിച്ചെടുക്കുക. രണ്ട് സൈഡും നല്ല ബ്രൗൺ കളറായാൽ എടുക്കാവുന്നതാണ്. അടുത്തതും ഇങ്ങനെ തന്നെ കോരിയൊഴിച്ച് വേവിച്ചെടുക്കുക. ഇങ്ങനെ തന്നെ എല്ലാതും ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റിയായ നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. അടുത്ത വീഡിയോയുമായി കാണാം.